അല്ല, ഡോക്ടർ ഇന്ന് വീട്ടിൽ പോകുന്നില്ലേ? എങ്ങനെ പോവാനാ? പുലിവാല് പിടിച്ചില്ലേ? എനിക്കിന്ന് ശിവരാത്രിയാ. ആരാ? ഞങ്ങളല്ല. ചേട്ടാ, ചേട്ടാ നിന്നെ എമിലി, യശോദേ, നല്ല ഉത്തരവാദിത്വം. കൊള്ള. കൂർക്കം വലിച്ചുറങ്ങാനാണോ നിങ്ങളിവിടെ കാവലിരുത്തിയത്? സോറി ഡോക്ടർ. ഈ കുട്ടിയെങ്ങാനും മിസ്സായി പോയാൽ ഞാൻ കോടതി കയറേണ്ടി വരും. പിന്നെ സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ബി കെയർഫുൾ. പെട്ടെന്നാരും കാണണ്ട. സിസ്റ്റർ വരൂ. നട്ടപ്പാതിരിക്ക് ഈ പെണ്ണിനെ പിടിച്ചോണ്ടോ ആര് വരുന്ന ഡോക്ടർ പറയണത്? ഉറക്കം പോയി. കളിത്തോക്കാൻ ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാം. എന്റെ ബ്രെയിനോട് നീ കളിക്കരുത്, പറയുന്നത് കേട്ടാ മതി. അഞ്ജലി, അഞ്ജലി, എനിക്ക് ഞാനാ. വാ വാ. പറ്റോ. കൊള്ളാം, വീണ്ടും ഉറങ്ങിയോ? ദേ, ഉറങ്ങാതിരിക്കാൻ ഡോക്ടർ തന്നുവിട്ടാ ചായ. അല്ല, ഇതെന്താ? എനിക്കറിയില്ല. ഒരുപോലെ കണ്ണടിക്കുന്നെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിനൊന്ന് നേരെ കിടത്തിക്കൂടെ? മിണ്ടിപ്പോകരുത്, കൊന്നുകളെ എല്ലാത്തിനും. പൊക്കടാ അവളെ. അഞ്ജലി, ചേട്ടാ മിണ്ടല്ലേ പ്ലീസ്. അഞ്ജലി, അഞ്ജലി. പരിപാടി തീർച്ചയായും എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം? സൈലൻസ്, സൈലൻസ്. ഒന്നുമില്ല, ഒന്നുമില്ല. എന്നാ കിടന്നുറങ്ങിക്കോളൂ, കിടന്നുറങ്ങിക്കോളൂ. ശരിക്കും കിടന്നുറങ്ങടാ. ഡോക്ടർ ഓടിപ്പോയോ? ഞാൻ ശരിയാക്കി തരാം. വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. പോലീസിനെ വിളി, പോലീസിനെ വിളി. താനോ? താനിത് എവിടെയായിരുന്നു? അതൊരു നീണ്ട കഥ, പറയട്ടെ. അവര് പുറകെ ഉണ്ട്, എങ്ങനെ രക്ഷപ്പെടാം? അല്ല, നമുക്ക് അവന്റെ വണ്ടി തന്നെ രക്ഷപ്പെടാം.
എന്റെ അനുജന്റെ കൈ അടിച്ചു മുറിച്ചവന്മാര് വണ്ടി കെട്ടിക്കൊണ്ടുപോകുന്നത് നീയൊക്കെ കൈ കെട്ടി നോക്കി നിന്നതാണ്. മാഫ് കീജിയെ സാബ്, ഞങ്ങൾ പരമാവധി ശ്രമിച്ചതാ, പക്ഷെ അവർ രക്ഷപ്പെട്ടു കളഞ്ഞു. വിടില്ല, വിടില്ല ഞാൻ അവനെ. ഏത് നരകത്തിലുണ്ടെങ്കിലും അവനെയും അവളും തേടി പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നിന്നെയൊക്കെ ജീവനോട് വെച്ചിട്ടില്ല ഞാൻ. ചുറ്റിയടിക്കാൻ പറ്റിയ ഒരു മൂഡിലല്ല ഞാൻ. നിങ്ങൾ പൊയ്ക്കോ. तेरे बिना तू भी नहीं चलेगी तो हम भी नहीं जाएगी ഊട്ടി में बस. ഇതെല്ലാരും വിളിക്കാൻ നമുക്ക് പോവാം. ചെല്ലുമോളെ, നിന്റെ കൂടെ കറങ്ങാനല്ലേ അവര് ബോംബെ ഇവിടം വരെ വന്നിരിക്കുന്നത്. ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്കും നിന്റെ മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറും. അപ്പോഴേക്കും ആ തെണ്ടിയേക്കാൾ നല്ല മിടുമിടുക്കനായ ഒരു പയ്യനെ ഞങ്ങളുടെ മനസ്സമ്മതത്തിന് റെഡിയാക്കി നിർത്തിയിരിക്കും. അട്ടയെ പിടിച്ച് മെത്ത കടത്താൻ നോക്കിയതാ നമുക്ക് പറ്റിയ തെറ്റ്. മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടല്ല, ഇവളെ ഓർത്തിട്ട് മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. മനസ്സമ്മതത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുമ്പോ ചെക്കൻ വേറൊരു തെണ്ടി പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടുക എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടും. ഹോ, എന്തായാലും മാതാവ് കാത്തു. കഴുത്തേരി താലി വീഴുമുമ്പ് അവന്റെ തനിസ്വഭാവം അറിയാൻ പറ്റില്ലെന്നാ നാൻസ് പറയുന്നേ. ഇല്ല, വേറൊരു പെണ്ണ് സണ്ണിച്ചന്റെ കൂടെ പൊറുക്കില്ല. പൊറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, മോളെ നീ എങ്ങോട്ടായി പോകുന്നേ? എങ്ങോട്ടാ പൊട്ടക്കടിച്ച മാതിരി നീ ഓടുന്നേ? അച്ഛനറിയാതെ സണ്ണിച്ചൻ എങ്ങും പോവില്ല. പറയും, ആ പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോയിരിക്കില്ല സണ്ണിച്ചൻ. സണ്ണിച്ചനോ? എന്തോന്നും അവറാച്ച ഇവളി പറയുന്നത്? അവൻ എവിടെയാണെന്ന് അറിയാണ്ട് വിഷമിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൻ ഒരു പെണ്ണിനെ തട്ടിയെടുത്തോണ്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അവനങ്ങനെ ചെയ്യുമെന്ന്? ഉണ്ടോ സോണിയ? എങ്കിൽ പിന്നെ അവനെവിടെ? അവനിവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വിളിക്കേ. ഓ, ഒരു അത്യാവശ്യം വരുമ്പോ അതിയോന് ചെവി കേൾക്കത്തില്ല. ഒന്ന് ഉറക്കെ പറയടോ. പെണ്ണിനെ തട്ടിയെടുത്തിട്ടില്ലെങ്കിലേ പിന്നെ എന്തിനാവൻ മുങ്ങിയേ? പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് പെണ്ണിനെ തട്ടിയെടുത്തിട്ട് കുറ്റം സണ്ണിച്ചന്റെ പുറത്തിട്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. ആരെ? അവറാച്ചൻ അറിയുമായിരിക്കും, ഒരു രത്തൻബായി. ഈ വണ്ടിക്കൊക്കെ CC കൊടുക്കുന്ന ആ മാർവാടിയോ? അവൻ തന്നെ വെറുമൊരു സാത്താനാ. അവന്റെ ആൾക്കാര് വെറുതെ കോളനി കയറി വന്ന് അടിപൊളി ഉണ്ടാക്കിയോന്ന് കരുതി തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങി കഴിയുമ്പോ സണ്ണിച്ചിറങ്ങെത്തും. പിന്നെ മനസ്സമ്മതവും കല്യാണവും ഒക്കെ ഒരുമിച്ചൊക്കെ നടത്താം. എന്താ? അല്ലച്ചോ, സണ്ണി വരാൻ താമസിച്ച. നിങ്ങളൊന്ന് വന്നേ, ഒരു പള്ളിക്കാരൻ പറയാനുണ്ട്. വാ. ഇപ്പൊ നിനക്ക് സമാധാനം ഇല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കാം. ஆண்டவனே, இதுவரை செய்ததில் எந்தெங்கிலும் தப்பிருந்தால் மன்னிச்சு கருணை காட்டி எங்களை கடைசி வரை காப்பாத்தப்பா. എന്താ നിർത്തിയത്? തേടിയ വള്ളി കാലിൽ ചുറ്റി. വണ്ടി ഓടിക്കുമ്പോ വള്ളിയും ചുള്ളിയൊക്കെ കാലിൽ ചുറ്റാ സൂക്ഷിക്കണം. ഒരുമാതിരി പോത്ത് പോലെ കിടന്നിട്ട് ചൊറിന വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞ മുത്തുസ്വാമി ഞാൻ നിൽക്കണ്. മുത്തുസ്വാമി, മുത്തുസ്വാമി, മുത്തച്ചാൻ ഹീനാമ്പേശിക്ക് കൂട്ട് മരപ്പട്ടി. എന്തെങ്കിലും ആവട്ടെ, തങ്ങാനൊരു ഇടം കിട്ടിയാൽ മതിയായിരുന്നു. എന്താ ടെൻഷനായോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലിവാലൊന്നും വലിച്ച് തലേ വെക്കണ്ടെന്ന്. അയ്യോ, ഉറങ്ങുന്ന കണ്ടില്ലേ, ഊട്ടിക്ക് ടൂർ വന്ന മാതിരി. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇവനിത് എന്തോന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു. എന്തായി? ഞാൻ പറഞ്ഞില്ലേ മുത്തുസ്വാമിയെ കണ്ടു കിട്ടിയാൽ സംഗതി ഓക്കെ. ഞങ്ങൾക്ക് രണ്ടുടലും ഒരു മനസ്സ് അപ്പടി കളിച്ചവര്. അത് മൂഞ്ചി പാത്താലേ തെരീവ്. ഓ മതി. എവിടെയാ ബംഗ്ലാവ്? ഇങ്ക പക്കത്തില്. ഈശ്വര, നീ വണ്ടി എടു. നിങ്ങൾ പിന്നാടി ഓക്കെ. வாங்கோ வாங்கோ, இதுதான் நம்ம பங்களா. முதலாளி வரும் வரைக்கும் நான் தான் இங்க எஜமான். ഇത് ആരുടെ വീടാ? എന്താ ഇഷ്ടപ്പെട്ടോ? അപ്പം തിന്നാ പോരെ, ദോശ ഉങ്ക വീട് മാതിരി നനച്ചിക്കുങ്ക. സാർ ഇവിടെ എത്ര ദിവസം കാണും? അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. സാരമില്ല, സീസൺ ആയാലേ മുതലാളി വരൂ. അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം. இந்த வண்டி நல்லா கழுவி சுத்தம் பண்ணி வையடா. இவங்களுக்கு சைட் சீயிங்க்கு போகணும். അയ്യോ, ഈ വണ്ടിയിൽ സൈറ്റ് സീയിങ് പോകാൻ പറ്റില്ല. അതെന്നാ സാർ? അല്ല, അത് ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്കാം. அப்ப சரி, நமக்கு வேற வண்டி அரேஞ்ச் பண்ணலாம். வாங்கோ போங்கோ சார். வரணும் சாർ. മുത്തസ്വാമി നല്ല അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എവിടെയാ നാട്? കന്യാകുമാരി. കുറെ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേ ചാനലിൽ ഓട്ടർഷോ ഓടിച്ചിരുന്ന. എന്റെ അമ്മ തമിഴ്ത്തിയും അച്ഛൻ മലയാളിയാ. അപ്പൊ ഒരു തമിഴാളിയാണല്ലേ? സാർ നല്ല തമാശക്കാരനാണല്ലോ. ഗതി കേട്ടാ പുലിയും മിമിക്രി അണിക്കും സ്വാമി. ഈശ്വര, ഈ റൂം കുഞ്ഞമ്പ് സാറിനും നിനക്കും, ഇത് സണ്ണി സാറിനും വൈഫിനും. നല്ല രാശിയുള്ള റൂമാണ് സർ.
ഒരുപാട് കപ്പിൾസ് ഹണിമൂണിന് വന്ന് ജാലിയായി താമസിച്ച റൂമാ. വാങ്കമ്മ പോങ്കമ്മ. ചെല്ല്. നീ എന്താടാ അയാളോട് പറഞ്ഞത്? നിങ്ങൾ ഹണിമൂണിന് വന്നതാണ് പറഞ്ഞു. പിന്നെ ആ പെണ്ണിനെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ? മുത്തുസ്വാമി ആളൊരു പ്രത്യേക ടൈപ്പാ, ഭയങ്കര വിശ്വാസിയാ. പോരാത്തതിന് മലയ്ക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട്. അതെ, സംഗതി കുഴപ്പമെന്ന് അറിഞ്ഞാ പിന്നെ അവനിവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട, വേറെ എവിടെയെങ്കിലും നോക്കാന്ന്. വേറെ നോക്കാനോ? ഈ കൊടുന്തണപ്പത്ത് ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തെണ്ടി കിടക്കാൻ എന്നെ കിട്ടില്ല. എന്തായാലും നീ അവളെ ഏറ്റു. പിന്നെ കൂടെ താമസിച്ചാൽ എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് പറ്റൂ. അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രിയാവുമ്പോ നീ ഞങ്ങളുടെ മുറി ഒന്ന് കിടന്നോ. സാറേ, വണ്ടിന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ? പെട്ടിയും ചെട്ടിയൊന്നും ഇല്ലടോ. എന്തേ ഈ യൂണിഫോം പോരെ? നന്നായിട്ടുണ്ട്, എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ, ഒരു സ്വെറ്ററെങ്കിലും കൊണ്ടുവരാ. ഇവൻ എന്തിനാ ഇനി സ്വെറ്റർ? ചൊറിയെന്ന് വർത്താനം പറയാം. സ്വാമി സ്വാമി സ്വാമി. തൽക്കാലം വല്ല കമ്പിളി ഉണ്ടെങ്കിൽ എടുക്കുക. അതൊന്നും വേണ്ട. കുഞ്ഞമ്പൂച്ചേട്ടൻ പോയി ഞങ്ങൾക്കെല്ലാം കുറച്ച് ഡ്രസ്സ് മേടിച്ചോണ്ടോ. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം. ചായ ഉണ്ടോന്ന് ഈ തണുപ്പ് അറിവും തോന്നില്ല. ഇവിടെ മറ്റവും കിട്ടുമോ? ഉനക്ക് തള്ളി വേണമാ? ഞാൻ മലക്ക് മാല പോട്ട് തിരിയില്ല. ഉനക്ക് ഞാൻ മലക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ഇതുക്കുള്ള തള്ളി സാപ്പിടാൻ സമ്മതിക്കില്ല. ഇയാളിതെന്താ വട്ടം സ്വാമിയാണോ? ഈ തണുപ്പത്ത് ഇത്തിരി സ്മോൾ അടിക്കാൻ പോലും യോഗമില്ലാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം?